കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യയിൽ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ പ്രത്യേക സംഘം ഇന്ന് കൊച്ചിയിലെത്തും. ഗ്രൂപ്പിന്റെ കേരളത്തിലെ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് സംഘമെത്തുക. കമ്പനിയുടെ നിക്ഷേപകരുടെയും റോയിയുടെ സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തും. കമ്പനിയുടെ കേരളത്തിലെ സംരംഭങ്ങളുടെ ചുമതലക്കാരനായ TJ ജോസഫിന്റെ മൊഴി ബംഗളൂരുവിൽ വെച്ച് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡിനിടെ CJ റോയി സ്വയം വെടിയുതിർത്ത് മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുക എന്നുള്ളതാണ്. ഈ ആത്മഹത്യയുടെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാനി, SIT കേരളത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഒരുപാട് വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, ഈ കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട കാര്യം, ഇവരുടെ പണമിടപാടുകൾ, റോയ്ക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കൊച്ചിയിലുണ്ട്, ഇവരെ ചോദ്യം ചെയ്യുക, അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയാണോ സംഘം? തീർച്ചയായും ആ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം ഇതിൽ ഈ ആത്മഹത്യയുടെ ഒരു കാരണം അറിയണമെങ്കിൽ ഈ രീതിയിലുള്ള അന്വേഷണം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനെ തുടക്കമിടേണ്ടത് ഒരുപക്ഷെ കൊച്ചിയിൽ നിന്ന് തന്നെ ആകാം. കാരണം ആദായ നികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ സംഘം ഇവിടെ നിന്നാണ് പോയത്. ആദ്യം പരിശോധന തുടങ്ങിയതും കൊച്ചി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിൽ എന്താണ് പരിശോധിച്ചത്, എന്താണ് ഇവരുടെ ഒരു കണ്ടെത്തലുണ്ടായിരുന്നത് എന്നതെല്ലാം വിശദമായിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയിലെത്തി സംഘം ഓഫീസ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലത്രയും ബംഗളൂരുവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ TJ ജോസഫ് അടക്കമുള്ളവർ ഇവിടേക്ക് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കാം ഇവിടേക്ക് എത്തുക. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ പരിശോധന തുടങ്ങുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ അന്വേഷണത്തിന് വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. ഇന്ന് തന്നെ പരിശോധന തുടങ്ങാനുള്ളൊരു സാധ്യതയും ഏതായാലും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെത്തിയിരുന്നത് പോലെ ഈ ഇൻ്റർനെറ്റ് കോളുകൾ എവിടേക്കായിരുന്നു, എന്തായിരുന്നു, ആരായിരുന്നു എന്നതെല്ലാം തന്നെ വ്യക്തമായി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആരെല്ലാമായിരുന്നു നിക്ഷേപകർ, പ്രധാനപ്പെട്ട നിക്ഷേപകർ ആരായിരുന്നു, ഇവരിൽ ആരാണ് വളരെ പെട്ടെന്ന് തന്നെ വലിയ തുകകൾ പിൻവലിക്കാനായിട്ട് സമ്മർദ്ദം ചെലുത്തിയിരുന്നത് എന്നതെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ പരിശോധിക്കപ്പെടുകയാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ അവസാന നിമിഷങ്ങളിലെ സമ്മർദ്ദം എന്തായിരുന്നു എന്നതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന ഒരു പ്രാഥമികമായൊരു നിഗമനം എന്ന് പറയുന്നത് ഈ ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഡയറി കുറിപ്പുകളായി ഉണ്ടായിരുന്നു എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മരിക്കാൻ തയ്യാറെടുത്തിരുന്ന ഒരു മനുഷ്യനെ തന്നെയാണ് CJ റോയി ഈ അവസാന ദിവസങ്ങളിൽ എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. വളരെ പെട്ടെന്ന് പൊടുന്നതിന് കാരണങ്ങളിലേക്ക് എത്തിപ്പെടാൻ എന്താണ് അങ്ങനെയൊരു രീതിയിലേക്ക് ചെന്നത് എന്നതാണ് പരിശോധിക്കപ്പെടുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശകരാരായിരുന്നു എന്നതെല്ലാം തന്നെ വിശദമായിട്ട് പരിശോധിച്ചു വരികയാണ്. ഈ വിവരങ്ങളെല്ലാം തന്നെ പ്രാഥമികമായി ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ആദായ നികുതി വകുപ്പിൻ്റെ പ്രാഥമിക കണ്ടെത്തലുകൾ എന്തായിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് കൊച്ചിയിൽ ഓഫീസ് കേന്ദ്രീകരിച്ച പരിശോധന നടത്തുന്നത്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുന്ന പ്രാഥമികമായ രീതിയിലുള്ള വിവരശേഖരണം അടക്കം നടത്തിയിട്ടുണ്ട്. അവരൊരു സമ്മർദ്ദമായിരുന്നില്ല അവർ ചെലുത്തിയിരുന്നത്. പല വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആരാഞ്ഞിരുന്നു. അത്തരം വിവരങ്ങൾ റോയിൽ നിന്ന് അവർ ശേഖരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ ഈ നൽകിയതിൽ കൂടുതൽ എന്ത് വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നത് എന്നതെല്ലാം തന്നെയാണ് വിശദമായിട്ട് പരിശോധിക്കുന്നത്. ഇനി കൊച്ചിയിലെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇനി നടക്കാനിരിക്കുന്നത്. വൈകാതെ അത്തരം പരിശോധനയിലേക്ക് ഉദ്യോഗസ്ഥരെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ഒപ്പം ഡാനി, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആത്മഹത്യ കുറിപ്പ് എന്ന് കരുതി അത്തരത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ ഡയറി കുറിപ്പുകളാണ്. അതിൽ വളരെ കൃത്യമായി തന്നെ റോയി എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ തരത്തിലാണ് തനിക്ക് പ്രശ്നങ്ങളുണ്ടായത്, പ്രതിസന്ധികളുണ്ടായത്, തനിക്ക് പണം നൽകാനുള്ളവർ, താൻ പണം കൊടുക്കാനുള്ളവർ, പണം തിരികെ ചോദിച്ച ആളുകളുടെ പേരുകളടക്കം, ഒപ്പം പിൻഗാമിയെക്കുറിച്ചും മറ്റുമൊക്കെ അങ്ങനെ നിരവധിയായ കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും ഈ സിനിമാ നടന്മാരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് റോയിയുടെ സംരംഭത്തിൽ ഉണ്ടായിരുന്നു എന്നത് പുറത്തു വരുമ്പോൾ കേരളവുമായി ഏറെ ബന്ധമുണ്ടായിരുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇവിടെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്, സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത്തരത്തിലുള്ള തരത്തിലേക്ക് സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരും. ഈ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ മുടക്കിയ പണയം തിരികെ ലഭിച്ചോ, അത്തരത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അത്തരമൊരു വിശാലമായ നീക്കം കൂടി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകും രഞ്ജിത്ത്. കാരണം
ഇതിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സിനിമാ മേഖല, പ്രധാനമായും നമ്മളറിയുന്നത് സിനിമാ മേഖലയിൽ നിന്നാണ്. അതിന് പുറത്ത് മറ്റു ആളുകളുണ്ടായിരുന്നു. അതിൽ ഏത് രീതിയിലുള്ള പണമാണ് ഇതിലേക്ക് വന്നത് എന്നത് സംശയിക്കപ്പെടുന്നുണ്ട്. അത് മറ്റ് ഏതെങ്കിലും രീതിയിലേക്ക് കണക്കിൽപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള ഏതെങ്കിലും ഇതിലുള്ള പണം സ്വീകരിച്ചിരുന്നോ എന്നതടക്കമുള്ള ഒരു സംശയങ്ങൾ പൊതുവിൽ തന്നെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കേണ്ടതുണ്ട്, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സിനിമാ താരങ്ങളും അതോടൊപ്പം തന്നെ സിനിമാ ലോകവുമായിട്ട് തന്നെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യവസായി കൂടിയായിരുന്നു ഡോക്ടർ സി.ജെ. റോയ് എന്ന് പറയുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ അതിൽ വ്യക്തത വരുത്തേണ്ട ബാധ്യത കൂടി SITയുടെ ഈ ഒരു അന്വേഷണത്തിന്, ഈ ദൗത്യ സംഘത്തിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നിശ്ചയമായും തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ഫോൺ കോളുകൾ കേന്ദ്രീകരിച്ചു, അതോടൊപ്പം തന്നെ ഡയറി കുറിപ്പിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുണ്ട്. അതിൽ നിക്ഷേപകർ സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടക്കം ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിൽ അവരുടെ കൂടി വിശദീകരണം, അവർക്ക് കൂടി എന്താണ് പറയാനുണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി തേടും. എന്തായാലും ഇതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വിശദമായ ചോദ്യം ചെയ്യലടക്കം ആവശ്യമാണ്. അത് സിനിമാ മേഖലയിലേക്കും ഒരുപക്ഷെ നീണ്ടാലും നമ്മളതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിൽ സിനിമാ മേഖലയുമായി വളരെ അടുത്ത ബന്ധവും അവിടെ നിന്ന് തന്നെ വളരെ നിക്ഷേപവും എല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഒരു വിശദീകരണം ആവശ്യപ്പെടും. മറ്റൊന്ന്, ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് തന്നെ പല ആക്ഷേപങ്ങളും നിഷേധിക്കുന്നുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു ആക്ഷേപങ്ങൾ പല രീതിയിൽ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനെ സംബന്ധിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിക്ഷേപകർ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഈ അരുതായ്മകളൊന്നും ഇവിടെ നടന്നിട്ടില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിനകത്ത് ഒരു വലിയ ബിസിനസ് സ്ഥാപനമാണ്. ഇതിൽ മറ്റ് ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പദ്ധതികളുമായി മുന്നോട്ട് പോകും. അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വലിയ ദുരന്തം തന്നെയാണ്. പക്ഷേ അതിനെ നേരിട്ട് കൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അവർ വിശദമാക്കുന്നത്. ഏതായാലും ഇതെല്ലാം അന്വേഷണ സംഘത്തിൻ്റെയും പരിധിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അതിലേക്കെല്ലാം വൈകാതെ തന്നെ കൊച്ചിയിലെ ഓരോ പരിശോധനകളും അന്വേഷണവും എല്ലാം തന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് തുടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്. ശരി, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും കോൺഫിഡൻറ്റ് റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ നീക്കാനുള്ള ശ്രമത്തിലാണ് SIT എന്നാണ് മനസ്സിലാക്കേണ്ടത്. കർണാടക SIT സംഘം ഇപ്പോൾ കൊച്ചിയിൽ എത്തും, അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.